വളരെ കാലം മുമ്പ് ലോകം അന്ധകാരത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും ഒരു യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമി തന്നെ ദൈവങ്ങളോട് മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിച്ചു. മനുഷ്യവർഗം വഴിതെറ്റുകയായിരുന്നു. ഏറ്റവും വലിയ കൃഷിമാർ പോലും കാലത്തിന്റെ പ്രക്ഷുബ്ധതയിൽ അസ്വസ്ഥരായിരുന്നു. ദ്വാരകായുടെ പവിത്രമായ മണ്ഡലത്തിൽ പരമദൈവമായ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിലെ തന്റെ സമയം അവസാനിക്കുകയാണെന്ന് അറിഞ്ഞിരുന്നു. ദ്വാപരായുഗം അവസാനിക്കുകയായിരുന്നു. ദ്വാരക എന്ന ശക്തമായ നഗരം ഉടൻ തന്നെ സമുദ്രത്തിൽ മുങ്ങും. പോകുന്നതിന് മുൻപ് കൃഷ്ണൻ തന്റെ ഏറ്റവും ഭക്തനായ ശിഷ്യനായ ഉദ്ധവനെ വിളിച്ച് എല്ലാ നിധികൾക്കും അതീതമായൊരു നിധി, സ്വന്തം വിഗ്രഹം, ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ പിടിച്ചിരിക്കുന്ന മനോഹരമായ 4 കൈകളുള്ള ഒരു രൂപം ഏൽപ്പിച്ചു. ഈ വിഗ്രഹം വെറുമൊരു പ്രതിമയല്ല, അതിൽ കൃഷ്ണന്റെ സ്വന്തം ദിവ്യശക്തി, അവന്റെ ജീവസാന്നിധ്യം അടങ്ങിയിരുന്നു. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ദ്വാരക വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം ഈ വിഗ്രഹം ലോകത്തെ അനുഗ്രഹിക്കുന്നത് തുടരാൻ കഴിയുന്ന ഒരു പുണ്യസ്ഥലം നിങ്ങൾ കണ്ടെത്തണം. മുൻകൂട്ടി പറഞ്ഞതുപോലെ ദ്വാരക സമുദ്രത്തിൽ മുങ്ങി. ഉദ്ധവനും സ്വർഗീയ ശില്പിയായ വിശ്വകർമ്മനും ചേർന്ന് ശുദ്ധവും പുണ്യവുമായ ഒരു സ്ഥലം അന്വേഷിച്ചു. അതേസമയം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ഭൂമിയിൽ ധർമ്മം സംരക്ഷിക്കുന്നതിനായി ഒരു പുണ്യ വിഗ്രഹം സ്ഥാപിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. വിധിയുടെ വഴികാട്ടിയായി ദിവ്യസ്പന്ദനങ്ങൾ നിറഞ്ഞൊരു സ്ഥലം തേടി അവർ ഭാരതഖണ്ഡത്തിൽ അലഞ്ഞു നടന്നു. അവർ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിനടുത്തുള്ള മനോഹരമായ ശാന്തമായൊരു സ്ഥലത്തെത്തി. പുണ്യവനങ്ങളും നദികളും ചന്ദനത്തിന്റെ സുഗന്ധവും നിറഞ്ഞൊരു നാട്. പ്രകൃതി തന്നെ ദൈവത്തിന്റെ നാമം ജപിക്കുന്ന ഒരു സ്ഥലം. അതിന്റെ പവിത്രത തിരിച്ചറിഞ്ഞ ബൃഹസ്പതിയും വായുവും അവരുടെ ദിവ്യശക്തികൾ ഉപയോഗിച്ച് കൃഷ്ണന്റെ വിഗ്രഹം അവിടെ അങ്ങേയറ്റം ഭക്തിയോടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രം പിറന്നത്. പേര് തന്നെ ഈ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഗുരു എന്നാൽ ബൃഹസ്പതി, വായു എന്നാൽ കാറ്റ്, ഊർ മലയാളത്തിൽ സ്ഥലം. ഒന്നിച്ച് ഇത് ഗുരുവായൂരായി മാറി. ഗുരുവും വായുവും സ്ഥാപിച്ച സ്ഥലം. ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന തരത്തിൽ ശക്തമായിരുന്നു ആ വിഗ്രഹം. വിശ്വാസത്തോടെ ശ്രീകോവിൽ കാണുന്നവർക്ക് പോലും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി രാജാക്കന്മാർ, സന്യാസിമാർ, സാധാരണക്കാർ എന്നിവരെല്ലാം ഗുരുവായൂരിൽ ആരാധന നടത്തിയിരുന്നു. മഹാഭക്തനായ പൂന്താനം തന്റെ ആത്മാർത്ഥമായ ജ്ഞാനപാന ഇവിടെ പാടി. ദേവന്മാരുടെ ഹൃദയങ്ങളെ പോലും ഇതൊരുക്കി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ മുന്നിൽ 1000 ശ്ലോകങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിന്റെ കഥ വിവരിച്ചുകൊണ്ട് അനശ്വരമായ നാരായണീയം രചിച്ചു. തളർവാദം പിടിപെട്ട് അനങ്ങാൻ കഴിയാതെ വന്ന മേൽപ്പത്തൂർ ഗുരുവായൂരിൽ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുവെന്ന് പറയപ്പെടുന്നു. ഓരോ ദിവസവും അദ്ദേഹം ഒരു പുതിയ ശ്ലോകം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം പതുക്കെ സുഖപ്പെട്ടു. എല്ലാവരും സാക്ഷ്യം വഹിക്കുന്ന ഒരു അത്ഭുതം. ഇന്നുവരെ ഗുരുവായൂർ ഒരു ക്ഷേത്രമായി മാത്രമല്ല, കൃഷ്ണന്റെ നിത്യസാന്നിധ്യത്താൽ സ്പന്ദിക്കുന്ന ഒരു ജീവനുള്ള ക്ഷേത്രമായി നിലകൊള്ളുന്നു. ചെണ്ടമേളങ്ങളുടെ താളം, മുല്ലപ്പൂ മാലകളുടെ സുഗന്ധം, ദീപങ്ങളുടെ തിളക്കം, എണ്ണമറ്റ തീർത്ഥാടകരുടെ ആത്മാർത്ഥമായ ഭക്തി, ഇതെല്ലാം സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പൊട്ടാത്ത പാലം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ ജീവിക്കുന്നത് കല്ലിൽ മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലുമാണ്. പ്രിയപ്പെട്ട ദക്ഷിണേന്ത്യയുടെ ദ്വാരകയായി അവിടെ കൃഷ്ണൻ പുഞ്ചിരിക്കുകയും അനുഗ്രഹിക്കുകയും തന്നെ വിളിക്കുന്ന ഓരോ ഭക്തനെയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു.